ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത്. അത് വിട്ട് അല്ലാതെ മസാല ഇട്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അത് കഴിഞ്ഞ് നല്ല പോലെ മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിലടിക്കുമ്പോൾ കറി റെഡിയാകും. നമ്മൾ കറി പൗഡർ ഇതാണ് ചേർത്തത്. അത് കുറച്ച് 2 സ്പൂണിന് ചേർത്ത്. അത് കഴിഞ്ഞ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഇത് വരുന്നത്. ഉള്ളി തക്കാളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. നല്ല പോലെ മിക്സ് ചെയ്ത് ഇറച്ചിയിലേക്ക് പിടിച്ചതിന് ശേഷം നല്ല മിക്സ് ചെയ്യുക. ഉപ്പും എല്ലാം ഇറച്ചിയിൽ പിടിച്ച് വന്നിട്ട് നേരെ അടുപ്പിൽ വെച്ച് വേവിക്കുക. നല്ല തിളച്ച് അടി പിടിക്കാതെ ഇളക്കി അടി പിടിക്കാതെ നോക്കിയ ശേഷം കുക്കർ അടച്ച് വെച്ച് സ്ലോയിൽ 2-3 വിസിലടിപ്പിക്കുക. 2-3 വിസിലടിപ്പിച്ച് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ തീ കുറച്ച് വയ്ക്കാവും, അല്ലെങ്കിൽ അടി പിടിക്കും. സമയമില്ല, അല്ലെങ്കിൽ ഒറ്റ വിസിലും കേൾക്കണ്ട, ദമ്മാക്കി അങ്ങ് വെച്ചാൽ വേവും. പക്ഷെ നമുക്ക് സമയമില്ല. അതുകൊണ്ട് 3 വിസിൽ കൊടുക്കണം, 3 വിസിലടിപ്പിക്കണം. 3 വിസിൽ കേട്ട് കുക്കർ തുറന്നപ്പോൾ ഇങ്ങനെ കിട്ടിയത്. അത് കഴിഞ്ഞ് കുറച്ച് ഇത് മല്ലിച്ചപ്പിട്ട് നല്ലപോലെ ഇളക്കുക. മല്ലിച്ചപ്പിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ സ്വല്പം നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. അതിന് പകരം ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഈ ഒലിവ് ഓയിൽ അല്പം ഒഴിക്കും. ഒലിവ് ഓയിലുണ്ട്, വെർജിൻ ഒലിവ് ഓയിൽ, അത് സ്വല്പം ഒഴിക്കും. ആദ്യം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഒലിവ് ഓയിലാണ്. ഞാൻ വേറെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് നല്ല പോലെ ഇളക്കുക. ഇതാണ് മട്ടൻ കറി. ഞാൻ ഒന്നും വഴറ്റിയിട്ടില്ല, ഒരു പച്ചക്കറിയും വഴറ്റിയിട്ടില്ല. അപ്പോൾ ആർക്കും വയ്ക്കാം. എണ്ണയിൽ വഴറ്റിയത്തിക്കൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇത് നമുക്ക് കൊളസ്ട്രോളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുബൂസാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുബൂസിൻ്റെ മുകളിലോട്ട് ഇതങ്ങോട്ട് കോരി വയ്ക്കുക. ഇതെല്ലാം വെന്തിട്ടുണ്ട്. നല്ല പോലെ വെന്തതാണ്. ഇറച്ചി കയറാൻ വരുന്നുണ്ട്, കണ്ട. അപ്പോൾ ഇതുപോലെയാണ് ഒരു തട്ടിക്കൂട്ട് കറി. ഒന്നും വഴറ്റില്ല, മട്ടൻ കറി, തട്ടിക്കൂട്ട് കറി വെച്ചത്. അല്പം എടുത്ത് കഴിച്ചു നോക്കാം. മട്ടനും ഇതെല്ലാം കൂടെ ഒരു സ്വല്പം എടുത്ത് കഴിച്ചു നോക്കാം.
നല്ലോണം വന്ന് വേറെ ഒന്നുമില്ല. ഞാൻ പറ ശരിയില്ല, വേറെ ഇല്ല ഇപ്പം കഴിക്കാൻ. എല്ലാവരും ഉറക്കമായി. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.